ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക തിരുവോണാശംസകൾ. എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഒരുക്കി തിരുവോണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ആഘോഷിച്ചു. അപ്പോഴാണ് കുഞ്ഞൂസ് പറഞ്ഞത് നമുക്ക് അമ്മ അന്ന് ഉണ്ടാക്കി തന്ന ആ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ സ്പെഷ്യൽ നെയ്ച്ചോറിലേക്ക് പോവാട്ടോ. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് അരി എടുത്തിരിക്കുന്നത് നമ്മുടെ ബസുമതി റൈസാണ്. ജീരകശാല അരിയാണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടെ ബസുമതി റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ജീരകശാല അരിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഇത് കുതിർത്ത് വെക്കണം. പിന്നെ നിങ്ങൾ വറുത്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ കുതിർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വറുക്കാതെ തന്നെയുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അരമണിക്കൂർ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം, നന്നായിട്ട് കുതിർത്ത് വെക്കണം. അപ്പം ഇത് കുതിർന്നിരിക്കട്ടെ. അപ്പോഴേക്കും ഈ ഒരു നെയ്ച്ചോറിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു സ്പെഷ്യൽ കൂട്ട് നമുക്ക് റെഡിയാക്കണം കേട്ടോ. ശരിക്കും ഈ ഒരു നെയ്ച്ചോറിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്ന ആ ഒരു കൂട്ടാണ്. അപ്പം ആ ഒരു കൂട്ട് നമുക്ക് റെഡിയാക്കാം. ഈ അരി എന്തായാലും ഇതിലേക്ക് ഇരുന്ന് നന്നായിട്ടൊന്ന് കുതിരട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള കൂട്ട് റെഡിയാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമുക്ക് വന്നിട്ട് ഇഞ്ചി 2-3 കഷ്ണം ഇഞ്ചി എടുക്കണം. അതുപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, 2 ബേ ലീഫ്, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ കറിവേപ്പില. ഇത് പിന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് സവോളയുമാണ്. ഇത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയതിന് ശേഷം ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള സ്പെഷ്യൽ കൂട്ട് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വന്നിട്ട് കറുവപ്പട്ട എടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രാമ്പു എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്ക എടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുത്താൽ മതി. കാരണം ഇത് നമ്മൾ എന്തെങ്കിലും കറി കൂട്ടിയായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പം ആ കറിയിൽ നല്ല എരിവുണ്ടെങ്കിൽ ഇവിടെ പച്ചമുളക് കുറയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് വെള്ളം കൂട്ടാതെ തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. വെള്ളം ഒട്ടും കൂട്ടാൻ പാടില്ല. വെള്ളം കൂട്ടാതെ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാൻ പോകണേ. നന്നായിട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എന്താകും എന്നുള്ളത് നോക്കാം, എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടത് നന്നായിട്ട് ചതഞ്ഞ് പാകത്തിന് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോയിട്ടില്ല, എന്നാൽ പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ. അപ്പോൾ അതൊരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഈ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ അരി ഒന്ന് തോർത്തെടുക്കണം. ഞാനിത് ഓൾറെഡി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഈ അരി. ഇനിയിപ്പോൾ അരി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തോർന്നെടുക്കണം കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നമ്മളിത് ഉണ്ടാക്കുമ്പോഴേക്കും നന്നായിട്ട് തോർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും വെള്ളമൊക്കെ ഇങ്ങനെ തോരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വറ്റുമ്പോഴത്തേനും നമുക്ക് വന്നിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അതിനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വന്നിട്ടൊരു വിഗാർഡിൻ്റെ കുക്ക് ടോപ്പാണ് കേട്ടോ. അത് സൂപ്പറായിട്ടുള്ളൊരു ന്യൂ എഡിഷനാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഈ പാനൽ നന്നായിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ചൂടാകുമ്പോഴേക്കും ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇടാം. ഞാനിപ്പം ഒരു 2-3 ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് പാകമായിട്ട് വന്നോട്ടെ. ചൂടായി നല്ല പാകമായിട്ട് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് വന്നിട്ട് അടുത്ത് നോക്കാം. ഇത് സവോള നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നുണ്ടല്ലോ. ഈ സവോള നമ്മൾ ഒന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം, നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം. പിന്നെ കുറച്ച് നമ്മൾ അധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഡ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സവോള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ സവോള ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഒരു ഗോൾഡൻ കളറായിട്ട് തന്നെ വരണം. ബ്രൗൺ കളറായി വരണം. അപ്പം ഇത് കണ്ടോ, ഇത് തിളച്ച് കുറച്ച് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സെറ്റായിട്ട് നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള നല്ല ഡ്രൈ ചെയ്തത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മളുടെ അണ്ടിപ്പരിപ്പ് നമുക്ക് വന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും അണ്ടിപ്പരിപ്പ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ എടുക്കുന്നുള്ളൂ. കാരണം ഞങ്ങൾക്ക് അത്രേ നെയ്ച്ചോറ് ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് സെറ്റായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിങ്ങ നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഡ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇടയ്ക്ക് കൊടുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാക്കി വരുന്ന സവോള ഉണ്ടല്ലോ, അത് നമുക്ക് ഈ പാത്രത്തിലേക്കിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു ഒന്ന് വഴഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് സവോള ഒന്ന് വഴഞ്ഞ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഇതിലേക്ക് ആയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. ഒരുപാടൊന്നും ഇങ്ങനെ നമുക്ക് ബ്രൗൺ കളറോ അല്ലെങ്കിൽ നന്നായിട്ട് ഫ്രൈയോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് വഴന്നാൽ മതി. അപ്പോൾ ഇത് വഴന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, നമ്മുടെ സ്പെഷ്യൽ കൂട്ട്, ആ ഒരു സ്പെഷ്യൽ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും ആ ഒരു സ്പെഷ്യൽ കൂട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് മണമൊക്കെ മാറുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ആ ഒരു സവോളയുടെയും നമ്മുടെ ആ കൂട്ടിൻ്റെയും എല്ലാം കൂടി ഒരു സൂപ്പറായിട്ടുള്ളൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ചൂടുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ എത്ര ഗ്ലാസ്സാണോ അരി എടുത്തത് അതിനനുസരിച്ചിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ എടുത്ത അരിക്ക് കണക്കാക്കിയിട്ടുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തിളയ്ക്കും. അപ്പോഴേക്കും കുറച്ച് ബേ ലീഫ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ അരി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ആ അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയി കഴിഞ്ഞാൽ അരി വേവത്തില്ല. അതുകൊണ്ട് ഇത് നമ്മൾ അരി ഇടുമ്പോഴേക്കും ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടത് മിക്സ് ആവണം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് അരി ഒന്ന് വേവുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ അരിയെല്ലാം കുറച്ച് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. പക്ഷെ ഇത്രയും പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് വറ്റണം.
ഓക്കെ, ഇപ്പം നമ്മുടെ അരി അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇതുകൊണ്ട് നല്ല ഒരു ഡ്രൈ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നുണ്ടോ, ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് എടുത്തൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിന് മേളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഉണക്കമുന്തിരിങ്ങ, പിന്നെ അതുപോലെ ഇത്തിരി നമുക്ക് നമ്മുടെ മല്ലിയിലയുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കഴിക്കാനുള്ള പാകം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ.